ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 26 വിശുദ്ധ കോസ്മസും വിശുദ്ധ ഡാമിയനും. 187 അവർ മരിച്ചത്. ക്രിസ്തോസ് 187. കീർത്തി കേട്ട ഇരട്ട സഹോദരങ്ങളാണ് അവർ. രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു, ബിഷഗുരന്മാർ. രണ്ടുപേരും രക്തസാക്ഷികൾ. റോമായുടെ ഒരു പ്രവിശ്യയായ സിറിയയിലെ ഏജി തുറമുഖത്താണ് അവർ ഡോക്ടർമാരായി സേവനമനുഷ്ഠിച്ചത്. പ്രതിഫലം കൂടാതെയുള്ള സേവനമായതിനാൽ നാട്ടുകാർ അവരെ വിളിച്ചിരുന്നത് ദ്രവ്യരഹിതർ, ദ സിൽവർലെസ് എന്നാണ്. അതിന് ഗ്രീക്കിൽ അനർഗ്യുറോയ്. അർഗ്യുറോയ് എന്ന് പറഞ്ഞാൽ സിൽവർ, അനർഗ്യുറോയ് എന്ന് പറഞ്ഞാൽ സിൽവർ ഇല്ലാത്തവർ, പണം വാങ്ങിക്കാത്തവർ. പണം വാങ്ങിക്കാതെ, ദ്രവ്യരഹിതർ, പണം വാങ്ങിക്കാതെ, പണം വേണ്ടാത്തവർ. അങ്ങനെ ആ അർത്ഥത്തിൽ അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ ഒരു ഡോക്ടർ വന്നിരുന്നു. അദ്ദേഹം എൻ്റെ ചില പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ പറയുമായിരുന്നു. അപ്പം അദ്ദേഹം ചെയ്യുന്നതും വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു സേവനം എന്ന് പറയുന്നത് പ്രതിഫലം കൂടാതെ അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ്. പ്രതിഫലം കൂടാതെ അങ്ങനെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നടത്താനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വർഷങ്ങളോളം ഞാനിങ്ങനെ പലതരത്തിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആളുകൾ സഹായിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, അവർ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് പ്രചോദനം കണ്ട്. അപ്പോൾ അങ്ങനെ ഈ കോസ്മസും ഡാമിനും ചെയ്തതുപോലെ ഇപ്പോഴും പ്രതിഫലം സ്വീകരിക്കാതെ ശുശ്രൂഷ നടത്തുന്ന ഡോക്ടർമാരെ, സേവനം നൽകുന്ന ഡോക്ടർമാർ കത്തോലിക്ക സഭയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പുസ്തകങ്ങൾ അതിൻ്റെ പ്രചോദനം കൂടി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹം എന്നെ പ്രചോദിപ്പിക്കണു, എൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കണു. ഇതെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മൻ്റെ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കോസ്മസും ഡാമിനും ചെയ്തതുപോലെ ഇന്നും വിശുദ്ധരായ മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരുടെ രീതി, അതായത് പണം സ്വീകരിക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന ഈ ഇരട്ട സഹോദരന്മാരുടെ രീതി അനേകം പേരെ ആകർഷിച്ചു. അവരെല്ലാം ക്രിസ്ത്യാനികളായി. ഡയക്ലഷ്യൻ ചക്രവർത്തിയുടെ കാലമാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ പരമ്പരയാണ്. കിലീക്കിയ എന്ന് പറയുന്ന കിലീക്കിയ, ആ പൗലോസ്ലീഗ പോയ സ്ഥലമുണ്ടല്ലോ കിലീക്കിയ, ഗലാത്യ ലേഖനത്തിൽ കാണാം. ആ കിലീക്കിയയിലെ പ്രീഫെക്റ്റ് ലിസിയാസ് ക്രിസ്ത്യാനികളായ കോസ്മസിനെയും ഡാമിനെയും അറസ്റ്റ് ചെയ്തു. യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് വരെ, യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നു പറയുന്നത് വരെ പീഡിപ്പിക്കാനാണ് കൽപ്പന. കുരിശിൽ തൂക്കിയിട്ട് നോക്കി, കല്ലെറിഞ്ഞ് നോക്കി, അമ്പെയ്ത് നോക്കി, അവർ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ദേഷ്യമെന്ന പ്രീഫെക്റ്റ് അവരുടെ തലയറുത്തു. അവരുടെ അനുജന്മാരായ അന്തിമോസ്, ലയോന്തിയൂസ്, യുപ്രേപ്പിയൂസ് എന്നിവരും കൂട്ടത്തിൽ രക്തസാക്ഷികളായിട്ട് മരിച്ചു. രക്തം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, അതാണ് രക്തസാക്ഷി. രക്തം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക. നമുക്കെല്ലാം ഇതുപോലെ സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ. കഴിയാവുന്നത്ര നമുക്ക് ദശാംശം കൊടുക്കുന്നവരുണ്ട്, കിട്ടുന്ന പണം കൊണ്ട് സുവിശേഷ പ്രഘോഷം നടത്തുന്നവരുണ്ട്. ഞാൻ ആദ്യകാലത്ത് ഈ പുസ്തകങ്ങളുടെ വരുമാനം കൊണ്ട് തന്നെ ഞാൻ തപാൽ വഴി ബൈബിൾ പഠിപ്പിച്ചിരുന്നു. 140 പേർക്ക് ബൈബിൾ ക്ലാസ് നടത്തിയിരുന്നു 8 കൊല്ലത്തോളം. 60ഓളം കുട്ടികൾക്ക് ഞാൻ 8 കൊല്ലത്തോളം ബൈബിൾ ക്ലാസ് നടത്തിയിരുന്നു. ഒന്നും പണം സ്വീകരിച്ചിട്ടല്ല, എൻ്റെ പുസ്തകങ്ങളുടെ വരുമാനം കൊണ്ടാണ്. ഏതാണ്ട് 42 ലക്ഷം രൂപ 8 വർഷം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്താ പറയുക, ഈ തരത്തിൽ സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ കത്തോലിക്കര് പുസ്തക വായന വളരെ കുറവാണ്. എല്ലാം വികാരിച്ചും ചെയ്യും, വികാരിച്ചും പറയുന്ന മട്ടിലിരിക്കുകയാണ്. ഇപ്പോഴാണ് അതിന് മാറ്റം വന്നിരിക്കുന്നത്. അൽമായരെല്ലാം പ്രബുദ്ധരായി, അച്ഛന്മാരെക്കാൾ പ്രബുദ്ധരായി തീർന്നിട്ടുണ്ട് പല അൽമായരും. അങ്ങനെ പുസ്തക വായനയ്ക്ക് ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അത്ര അധികം എളുപ്പമല്ല ഈ വരുമാനം കിട്ടൽ. കിട്ടിയ വരുമാനം മുഴുവൻ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇല്ലേ, ലാഭമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമാണ് എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഈ കമ്മീഷനായിട്ട് മറ്റതെല്ലാം പോവുകയാണ്. വചനം എങ്ങനെയും എത്തട്ടെ എന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു പൊങ്ങച്ചം പറയാനല്ല. ചിലപ്പോൾ ചിലർ ചോദിക്കില്ലോ, ആ ഡോക്ടർ ചെയ്ത കാര്യം, ഈ വിശുദ്ധർ ചെയ്ത കാര്യം ചെയ്തു, അച്ഛൻ വല്ലതും ചെയ്തെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതൊന്നും വിളിച്ചു പറയേണ്ട സംഗതികളല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുമല്ല, ഞാൻ സൂചന നൽകുകയാണ്.
സൂചന നൽകുകയാണ്. എല്ലാം വിളിച്ചു പറയാൻ പറ്റുന്ന സംഗതികളല്ല, അതെല്ലാം കർത്താവ് കാണേണ്ട സംഗതികളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി ഞാനത് ഒരു 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 സാക്ഷ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഏത് തരത്തിലും ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധരായി ജീവിക്കുക, മരിക്കുക. അത് ആനന്ദത്തോടെ ചെയ്യുക. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.